ഡിയേഴ്സ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേസ്ലെറ്റ് മേക്കിംഗ് ആണ്. ചെയിൻ വെച്ചിട്ടാണ് ഇന്ന് ബ്രേസ്ലെറ്റ് ചെയ്യാൻ പോകുന്നത്. ദേ കാണുന്ന ജംപ് റിങ് വേണം, പിന്നെ നമുക്ക് ഹെഡ് പിന്ന്, ഒപ്പം തന്നെ ഐ പിന്ന് ഇത് ആവശ്യമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഐ പിന്ന്, കൂടാതെ ഈ കാണുന്നതാണ് ഹെഡ് പിന്ന്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ബ്രേസ്ലെറ്റ് ചെയ്യാനായിട്ട് ബീഡ്സ് വേണം. ബീഡ്സിൽ നമുക്ക് ഇടാനായിട്ട് ബീഡ്സ് ക്യാപ്പും വേണം, ബീഡ്സ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഇതുപോലെ ഐ പിൻ എടുക്കുക, ഐ പിന്നിലേക്ക് ഒരു ബീഡ്സ് ക്യാപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മളൊരു ബീഡ്സ് ക്യാപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഡ്സ് നന്നായിട്ട് കവർ ചെയ്യും, കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയും കാണും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി നിൽക്കുന്ന ഈ ഒരു കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് താഴെ അറിയാമല്ലോ, താഴെ നമുക്കിവിടെ ഒരു ലൂപ്പുണ്ട്. ആ സെയിം ലൂപ്പ് നമുക്കിവിടെ മുകളിലും കൊണ്ടുവരണം. അതിനായിട്ട് ഈ ഒരു കമ്പി സൈഡിലേക്കൊന്ന് വളയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളറ്റം ഈ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റൗണ്ട് നോസുള്ള പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരറ്റം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ചെയ്ത ലൂപ്പും പിന്നെ താഴെ ഓൾറെഡി ഉള്ള ലൂപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്, സൈസിൽ വ്യത്യാസമുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടി നമ്മൾ എങ്ങനെയാണ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുവാണ്. അതിന് ആദ്യം സൈഡിലേക്ക് ഒന്ന് പതിയെ ചരിച്ച് ഒന്ന് വളച്ചെടുക്കുക. അതിനുശേഷം മുകളറ്റം നേരെ താഴേക്ക് വളച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇതിന് നമുക്ക് മസ്റ്റായിട്ട് കയ്യിൽ ഈ ഒരു പ്ലെയറിൻ്റെ ആവശ്യമുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. ആദ്യം നിങ്ങൾ ബീഡ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇനി ഇതിൽ ചെയിനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തെ അറ്റം ചെറുതായിട്ട്, അതായത് ഓൾറെഡി ഉള്ള ലൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തെ ലൂപ്പ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് 4 എണ്ണം വേണം. അതിൽ 5ാമത്തത് ഹാങ്ങിങ് ആണ്. ഹാങ്ങിങ് ബീഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഹാങ്ങിങ് ബീഡിന് വേണ്ടിയിട്ട് ഇവിടെ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതുപോലെ തന്നെ ബീഡ്സ് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്കി നിൽക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ലൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇത് ഹാങ്ങിങ് ആണ്. അങ്ങനെ 5 എണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഹാങ്ങിങ് ആണ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം. ലൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം ഇതുപോലെ നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൂപ്പ് നന്നായിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നെക്ലസ് ചെയ്തപ്പോഴും നിങ്ങളോട് പറഞ്ഞതാണ്, നമുക്ക് എന്തോരം ഗ്യാപ്പ് വേണമെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കസ്റ്റമർ പറയും സൈസ് എത്രയാണെന്നുള്ളത്, അതനുസരിച്ച് നമ്മളൊരു കാൽക്കുലേഷനിൽ എത്തണം. അതിനുശേഷം നമ്മൾ ഇവിടെ വരുന്ന ഈ ഒരു കണ്ണിയുടെ അകലം നോക്കുക. അത് എല്ലാ ബീഡ്സിനിടയിലും സെയിം ആവാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അവിടെ രണ്ടാമത്തെ ഒരു ബീഡ്സാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു കണ്ണിയുടെ അറ്റത്ത് രണ്ടാമത്തെ ബീഡ്സും സെറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നെക്ലസ് ആക്കിയും എടുക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം തന്നെ ബീഡ്സിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്കിത് പാസരാക്കിയും എടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് ചെയിൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചെയിൻ ഇട്ട് കൊടുത്ത് ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ 2 ബീഡ്സിൻ്റെയും ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സെയിം ഗ്യാപ്പ് തന്നെ മുകളിലേക്കുള്ള ചെയിനിൽ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചെയിൻ കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരറ്റത്ത് വീണ്ടും നമ്മൾ ബീഡ്സ് ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ നമ്മൾ ചെയ്ത് പോകണം. അപ്പോൾ ഗ്യാപ്പ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. 2 ബീഡ്സ് തമ്മിലുള്ള അകലം ഒരേ അകലം തന്നെ ആവാനായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ അളവ് എന്തോരം വേണമെന്ന് നോക്കുക. അതനുസരിച്ച് ബാക്കിയുള്ള ആ ഒരു ചെയിൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനിയിപ്പോൾ അളവ് നോക്കുക. നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള അളവാണെങ്കിൽ അത് അങ്ങനെ നോക്കിയതിന് ശേഷം ബാലൻസ് എന്തോരം വേണമെന്നുള്ളത് നോക്കിയതിന് ശേഷം അവിടെ വെച്ച് നമുക്ക് ഈ ഒരു ചെയിൻ ഒന്ന് കട്ട് ചെയ്യണം. ചെയിൻ കട്ട് ചെയ്തിട്ട് നമ്മളവിടെ ജംപ് റിങ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹാങ്ങിങ് ഉള്ള ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയാണ് വേണ്ടത്. അവിടെ വെച്ചിട്ട് ബാലൻസ് വരുന്ന ആ ഒരു ചെയിന് ഇതുപോലെ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ശേഷം നമുക്ക് ജംപ് റിങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജംപ് റിങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന ആ ഒരു പീസ് ചെയിനും കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്തോരം വേണമെന്നൊന്ന് നോക്കുക. അതിനുശേഷം അതിലാണ് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് ബീഡ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഹാങ് ചെയ്യുന്ന എന്തോരം നീളം വേണമെന്നുള്ളത് നോക്കിയതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൽ നമുക്ക് ഹാങ്ങിങ് ബീഡ് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അങ്ങേ സൈഡിൽ ഇതിൻ്റെ ജംപ് റിങ്ങിൽ തന്നെ നമുക്ക് ഫിഷ് ലോക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് റെഡിയാവും. ഈ ഒരു ബ്രേസ്ലെറ്റിന് നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലേറ്റഡ് ആയിട്ടുള്ളതോ ആൻറ്റി ടർണിഷ്ഡ് ആയിട്ടുള്ളതോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐറ്റം പെട്ടെന്ന് കളറൊന്നും മങ്ങാതെ കുറേ നാൾ ഈട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾ എന്തോരം മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക. പേഴ്സണലി ചോദിക്കേണ്ട, ഗ്രൂപ്പിൽ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഓണത്തിന് ശേഷം എല്ലാവരും ഈ ഒരു ഐറ്റം ചെയ്തിട്ട് ഫോട്ടോസായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.